എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സൂപ്പർ സ്റ്റാർ ഗൈസ്, എന്താണത്? ഒന്നുകൂടി കാണിച്ച കാര്യം തള്ളലാണ് പ്രധാനമായിട്ട്. ഓക്കെ, സൂപ്പർ ഓർക്കസ്ട്ര. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അവസാനം ഷീനോട് ഒരു ഞണ്ടോട്ടം. ഉണ്ണിച്ചേട്ടൻ കുറച്ചുനാൾ ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ആവേശമാണ് നമ്മൾ കണ്ടത്. ഉണ്ണി എവിടെയായിരുന്നു? എവിടെയായിരുന്നു ഉണ്ണിച്ചേട്ടാ? ചിത്രയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെ എവിടെയായിരുന്നു? എവിടെ? ചിത്ര ചെന്നൈയില് അല്ല, ദുബായില്. അങ്ങ് ദുബായില്. ദുബായിലായിരുന്നു. ഓക്കെ. എടാ ഉണ്ണി, നീ ഒരു 2 വരി പാട്. കാര്യം ഇവന് മനോഹരമായിട്ട് പാടും. കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. നെഞ്ചിലെ മോഹമാ ജലശയ്യയിൽ നിൻ സ്വരക്കൂട് കൂട്ടുന്നു ഞാൻ ദേവി. കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. ഇനി നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ വെൽക്കം ചെയ്തിട്ട് വരാം. ഷാനിക്ക, നാണുണ്ടോ പിള്ളേരുടെ കോപ്പി അടിക്കാൻ? പിള്ളേരുടെ കോപ്പി അടിക്കാൻ പറ്റൂ? ഇതെന്താ ഇത്, ഒരു മേക്ക് ഓവർ ഒക്കെ? ഇത് അല്ല ഷാനെ, എന്താണ് ഇതിന്റെ പിന്നിൽ? പക്ഷെ എനിക്കൊരു ഉള്ള സത്യം പറയാമല്ലോ, ഇവനാ മുടി വെച്ച് ഇരിക്കുന്നതിനേക്കാളും എനിക്കിത് ഇഷ്ടമായി. ഇതൊരു ചന്തമുണ്ട്. അതുകൊണ്ട് ഞാനിത് കണ്ടിന്യൂ കൊള്ളാം. എവരിബഡി ലൈക്സ്. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഒരു പുതുമയുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് നാളത്തേക്ക് ഈ ഒരു സ്റ്റൈൽ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പൊ ക്യാപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ക്യാപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ശരത് സർ. ഹാർട്ടിൽ നിന്ന ഓക്കെ, നെക്സ്റ്റ് അവർ ഫേവറേറ്റ് ശ്രീനി സർ. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ. സർ, തിരിച്ചു വന്നപ്പോ എങ്ങനെയുണ്ട് സർ? റിയലി ഹാപ്പി, റിയലി ഹാപ്പി. അല്ല, അന്ന് പോയപ്പോ നമ്മൾ പറഞ്ഞു സർ ഇനിയും വരണം ട്ടോ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ സർ നമ്മുടെ ചുമ്മാതെ പറഞ്ഞതാ. സീരിയസ് ആയിട്ട് എടുത്തു. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഇത്തവണയും 2 റൗണ്ട് മതിയാ? പോരാ, ഒന്നുകൂടെ 3 റൗണ്ട്സ്. ഓക്കെ, ഇനി റൗണ്ട്സ് ഏതൊക്കെയാണെന്ന്. കഴിഞ്ഞ തവണ നമുക്ക് നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള നല്ല റൗണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത്തവണയും ക്രിയേറ്റീവ് ആയിട്ടുള്ള റൗണ്ട്സ് ആണ് വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് റൗണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു റൗണ്ട് ആണ്. എന്താണത്? ഫാമിലി റൗണ്ട്. അപ്പോ വെറൈറ്റി പാട്ടുകളൊക്കെ ആയിട്ട് ഫാമിലി മൊത്തമായിട്ടായിരിക്കും നമ്മുടെ കുട്ടികൾ വരും. ഓക്കെ, അപ്പൊ നമുക്ക് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. അതൊരു റൗണ്ട്. ഇനി രണ്ടാമത്തെ റൗണ്ട് നാടൻ പാട്ട് റൗണ്ട്. മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ചാലഞ്ച് റൗണ്ട്. അപ്പൊ അത് പോക്ക് റൗണ്ട്. ഇനി ചാലഞ്ച് എന്താന്ന് പറയാം. കുട്ടികൾ ഒരു പാട്ട് പാടുന്നു. അതിന്റെ പല്ലവിയിൽ നമ്മുടെ ഓർക്കസ്ട്ര ടീം കൂടെ ഉണ്ടാവും. അനുപല്ലവി വരുമ്പോഴേക്കും അവരുണ്ടാവില്ല. കൂടെ ശ്രുതിയും ക്ലിക്കും മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ചരണം വരുമ്പോഴേക്കും ക്ലിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇല്ല. വെരി ഗുഡ്, വെരി ഗുഡ്. ദാറ്റ്സ് എ ചാലഞ്ച്. ശ്രുതി എത്രമാത്രം ചേർത്ത് പാടാൻ പറ്റും എന്നുള്ളതാണ് ഇവരുടെ ആ ഒരു. അതെ, ഇവര് പാടി കഴിഞ്ഞ് ശ്രുതി വരുമ്പോ ആ കൃത്യമായിട്ട് അതിൽ ചേരണം. അതൊരു ചാലഞ്ചാണ്. ലാസ്റ്റ് പല്ലവി വരുമ്പോ വീണ്ടും നമ്മുടെ ഓർക്കസ്ട്ര ജോയിൻ. ഇതെനിക്കും നിങ്ങൾക്കും ഒരു ചലഞ്ച് എന്ന് തോന്നുന്നില്ലേ? ഇതായിരിക്കും നമുക്കൊരു ചലഞ്ച്. ഓക്കെ, ശ്രീനി സാർ, നമ്മുടെ റൗണ്ട്സ് ഒക്കെ എങ്ങനെയുണ്ട്? അമേസിംഗ്. റെഡി? എസ്പെഷ്യലി അവസാനത്തെ റൗണ്ട്. അതെ, നമ്മൾ ശരിക്കും ഒരു ചാലഞ്ച് പറയുന്ന അവസാനത്തെ റൗണ്ട്. ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക്
ഫോക്ക് സോങ് റൗണ്ടിൽ തന്നെ തുടങ്ങാം. Yes. ഓക്കെ, വിളിക്കട്ടെ? വൈഗ ലക്ഷ്മി. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം വൈഗ. വേതാളമേറിയാളി വാഴുക ദേവ്യേ, അരമകളാടി ഉലഞ്ഞാടി വാഴ്ക വാഴ്ക തമ്പുരാട്ടിയേ. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാണ്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട് നീരാട് നീരാട്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാണ്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. എരിവേറ്റിയ വറ്റമുളകോ പെണ്ണെ നിൻ മനസ്സ്, ജട കെട്ടിയ കാർമുടിക്കെന്തിനീ മുല്ലപ്പൂ മലര്. കളി തുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊഞ്ചിലമ്പ്, തുടി കൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മ നീ അടങ്ങ്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാണ്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. ദിക്കുകൾ നാലിട്ടും പൊട്ടിയടരും പടകൊപ്പുകൾ കൂടുന്നേ, ഈ കലികാലത്തിൽ പോർക്കലി തീർപ്പാൻ ശ്രീനേർക്കലി നീ വേണം. തുടിതാളത്തിലാടിയ താരന്റെ ഈ മകളെ ശ്രീ കുറുമ്പേ, ഈ മകളെ ശ്രീ കുറുമ്പേ. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാണ്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. വരി നെല്ലരിഞ്ഞ് പനം പായിലുണക്കി ആറ്റുമ്പോൾ രണഭൂതലത്തിൽ കൊടും വൈരിക കാലനെറിഞ്ഞോളേ. വരി നെല്ലരിഞ്ഞ് പനം പായിലുണക്കി ആറ്റുമ്പോൾ രണഭൂതലത്തിൽ കൊടും വൈരിക കാലനെറിഞ്ഞോളേ. തലയോടുകളാടിയുലഞ്ഞോ പെണ്ണെ നിൻ കളത്തിൽ, കൊടും വൈരിക കാലനെറിഞ്ഞോളേ. പദമുനിയ നാട്യവിലാസം പകയോടെ നീയാടി കലാശം, വലം കാൽച്ചിരം മൂലിയുടച്ചിങ്ങ് തെക്കോട്ട് പോന്നോളേ. മുടിയാടി കാവിനെ തേറിട്ട് കാന്തി പകർന്നോളേ. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാണ്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. എരിവേറ്റിയ വറ്റമുളകോ പെണ്ണെ നിൻ മനസ്സ്, ജട കെട്ടിയ കാർമുടിക്കെന്തിനീ മുല്ലപ്പൂ മലര്. കളി തുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊഞ്ചിലമ്പ്, തുടി കൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മ നീ അടങ്ങ്. ഇതുപോലൊരു പെൺമണി വേണം, മകളായവൾ വന്നിറങ്ങേണം. നെറികേടുകൾ വെട്ടിയറിഞ്ഞവൾ ആടിത്തെളിയേണം. നെടുനായകിയായവൾ നാടിന് കൺമണിയാകേണം.
കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാണ്. വൈക എന്തോ നാടൻ പാട്ട് റൗണ്ടിലെ ഫസ്റ്റ് പെർഫോമൻസ് തന്നെ അടിപൊളി അല്ലേ? താങ്ക് യു. ആ മറ്റു സാധനം ഇടയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അത് കണ്ടായിരുന്നോ? ഇടയ്ക്ക് ചിരി, ഇടയ്ക്ക് മറ്റേ കണ്ടായിരുന്നോ വൈക ചെയ്യുന്നത്? അതെ, അത് നമ്മൾ അത്ര കൂലങ്കുഷമായിട്ട് നോക്കാൻ പറ്റിയില്ല. അത് നമുക്കൊന്ന് കാണാം. ഷീനു ചേട്ടാ. എരിവെറ്റിയ വറ്റമുളകോ പെണ്ണെ നിൻ മനസ്സ്, ജട കെട്ടിയ കാർ മുടിക്കെന്തിനീ മുല്ലപ്പൂ മലര്, കളി തുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊൻചിലമ്പ്, തുടി കൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മ നീ അടങ്ങ്. ഭീകര മക്കളെ, വെരി ഗുഡ് കേട്ടോ. നമ്മളത് പാട്ട് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് വിട്ടുപോയതാ കേട്ടോ. അത് വളരെ അടുത്ത് നിന്നാലേ അത് മനസ്സിലാവത്തുള്ളൂ. ഇറ്റ്സ് ഓക്കെ. ഇപ്പൊ ഷാനും എനിക്കൊക്കെ കുറച്ച് കണ്ണിന് പ്രോബ്ലം ഉണ്ട്. ഓക്കെ, നമുക്കിപ്പോ ചോദിക്കാം. ശരത് സർ, ഒട്ടും കണ്ണ് കാണാൻ വയ്യാത്ത ഒരാളെ തൊട്ടത്. ഇതൊക്കെയല്ലേ മോളെ എന്തോ ബൈക്ക. എന്തോ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു മോളെ. അത് എൻ്റെ ഒരു എന്താ പറയണ്ട, ഒരു നീ ചെയ്തതും പിന്നെ കൂടെ പെർഫോം ചെയ്തവരും ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പൊ ആരാണ് മോളെ കമ്പോസ് ചെയ്തത്? ഷൈജു അവറാൻ. ഷൈജു അവറാൻ ആണോ? അപ്പൊ ഷൈജു വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. കുറെ സന്തോഷം. ഇപ്പൊ മക്കൾ നന്നായിട്ട് പാടി. ലിറിക്സോ? കണ്ണൻ മംഗലത്ത് സർ. ഓ ദൈവമേ. അപ്പൊ മോളെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. വൈക എന്തോ കാലക്കിയടി. താങ്ക് യു സർ. ഒരു ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് പുറകിലുള്ള LED ഫയറും മുമ്പുള്ള ഡാൻസേഴ്സും കൊറിയോഗ്രാഫി ഒക്കെ ഉഗ്രനായിരുന്നു. അത് നന്നായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. അതെ, അപ്പൊ അതുകൊണ്ട് ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു മൊത്തത്തിൽ. കൊറിയോഗ്രാഫി ആണെങ്കിലും സിംഗിങ് ആണെങ്കിലും മോളെ അടിപൊളിയായിട്ട് പാടിയോളെ. താങ്ക് യു ഷാനിക്ക. കുഞ്ഞ് ശ്രുതി പ്രശ്നങ്ങൾ 1-2 സ്ഥലങ്ങളിൽ ഉണ്ടായിന്നല്ലാതെ, പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. അടിപൊളി. താങ്ക് യു ഷാനിക്ക. ശ്രീനി സർ. വൈക, സോ എനിക്ക് ഐ റിയലി ലൈക്ക് യുവർ സിംഗിങ്. സിംഗിങ് ആണ് എനിക്ക് അത്ര ഇഷ്ടമായത്. അത് മേ ബി വളരെ കംഫർട്ടബിൾ ആയിട്ട് ഒരു റേഞ്ചിലാണെന്ന് തോന്നുന്നു. യു ആർ സോ കംഫർട്ടബിൾ. ഈ പാട്ടിന്റെ റേഞ്ച് ആൻഡ് എവറിത്തിങ്, യുനോ, സ്ട്രഗിൾ എന്നുള്ള സാധനമല്ല, എഫേർട്ട്ലെസ് സിംഗിങ് ആയിരുന്നു. ഈ എഫേർട്ട്ലെസ് സിംഗിങ് ആണല്ലോ നമ്മൾ എപ്പോഴും ഇപ്പോൾ വീട്ടിൽ ഇരുന്ന് വെറുതെ ഇങ്ങനെ മൂളിപ്പാട്ട് പാടുമ്പോൾ എഫേർട്ട്ലെസ് ആയിട്ടാണല്ലോ പാടുന്നത്. അതുപോലെയാണ് പാടിയത്. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ ടു വാച്ച്. സോ ബ്യൂട്ടിഫുൾ. വൈഗ, യു സാങ് ഇറ്റ് സോ ബ്യൂട്ടിഫുള്ളി, സോ ബ്യൂട്ടിഫുള്ളി. എനിക്ക് ഐ എം റിയലി ക്യൂരിയസ്. വൈഗ മറ്റേ ബാക്കിയുള്ള പാട്ടുകൾ ഇങ്ങനെ പാടും. ഐ തിങ്ക് ഇത്രയും പ്രെസിഷനോട് പാടുന്ന സിംഗേഴ്സ് ഇസ് അമേസിംഗ്, യു നോ, ടു സീ. വൈഗ സൂപ്പർ. ഇനി കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് വേറെ പാട്ടുകൾ വൈക എങ്ങനെ പാടുന്നു എനിക്ക് ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു. ഗ്രേറ്റ് സ്റ്റഫ്. താങ്ക് യു സർ. താങ്ക് യു ശ്രീനി സർ. അതല്ല അണ്ണ, ഞാൻ വേറൊരു കാര്യം പറയാം. എനിക്ക് ഇവിടെ ഒരു സിംഗിങ് സ്റ്റൈലും പിന്നെ ആ ഒരു ടോണും ഒക്കെ കുറെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു സംഭവത്തിന് ഞാൻ അതെടുത്ത് പാടിക്കും. സത്യം. അല്ലല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. എന്റെ മാനേജർക്ക് അവിടെ വോയിസ് ക്ലിപ്പ് ഒക്കെ അയച്ചു കൊടുപ്പിച്ച. എപ്പോഴാണ് വൈകേന ഏത് പാട്ട് പാടിയപ്പോൾ അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചത്? അല്ല, ഞാനത് അവിടെ പാടുമ്പോഴൊക്കെ ഒരു പാട്ടല്ല, അവിടെ ഒരു ടോൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെയാണ് അത് നമുക്കതൊന്ന് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാനത് എൻ്റെ മാനേജറിന് വോയിസ് ക്ലിപ്പൊക്കെ അയക്കാൻ പറഞ്ഞു. മോള് ആദ്യം തൊണ്ടയടപ്പോടെ അയച്ചു. പിന്നെ അതിന് ശേഷം ഇപ്പോൾ തൊണ്ടയടപ്പ് കുറച്ച് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ അയച്ചു. ഇപ്പോൾ തൊണ്ടയടപ്പ് കംപ്ലീറ്റ് ഇല്ല എന്ന് പറഞ്ഞ് വേറെ അങ്ങനെ ഒരു 5-6 കിടപ്പുണ്ട്. ഡെയിലി അവിടെ ഒരു എന്താ പറയുക, ഇന്ന് ഒട്ടും തൊണ്ടയടപ്പില്ല കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് മോളെ, കേട്ടു ഞാൻ കേട്ടോ. അപ്പം നമുക്ക് ഡെഫിനറ്റായിട്ട് എന്തെങ്കിലും ചെയ്യാം ഉറപ്പായിട്ട്. കാര്യം ഞാനിങ്ങനെ ഒരു റിയാലിറ്റി ഷോയിലിരിക്കുമ്പോൾ അന്ന് വന്ന ഗസ്റ്റ് കഴിക്കുന്ന സമയത്തിരുന്ന് എന്തോ പാടി. അപ്പം ഞാൻ ചോദിച്ചു, നീ പാടുമോ? പണ്ട് പഠിച്ചിരുന്നു, ഇപ്പം പാട്ടില്ല. ഞാൻ പറഞ്ഞു, അത് കൊള്ളാം, നിൻ്റെ ടോൺ എനിക്കിഷ്ടമായി. അങ്ങനെയുള്ള കേട്ട ഒരൊറ്റ ഇത് വെച്ചിട്ടാണ് ഞാൻ ആണ്ടേലോണ്ടേ എന്നുള്ള പാട്ട് രമ്യ നമ്പീശനെ വിളിച്ച് പാടിച്ചത്. ഞാൻ ഒരു തവണ കേട്ടിട്ടുണ്ട് രമ്യ പാടുന്നത്. അപ്പം എനിക്ക് അവിടെ ടോൺ കറക്റ്റ് ആയിരിക്കുമെന്ന് തോന്നി. അത് വിളിച്ച് പാടിച്ച് അത് ഹിറ്റ് ആവുകയും ചെയ്തു. ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. എന്നായിരിക്കും ഒരു മൊമെന്റ്? അധികം വൈകില്ല.
അധികം Right. വൈകില്ല അല്ലേ? അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാലേ അടിപൊളി, അടിപൊളി. സൂപ്പർ. Thank you, Yes. sir. കൺഗ്രാറ്റുലേഷൻസ്. നല്ലത് സംഭവിക്കട്ടെ. അതെ. അപ്പൊ ഇനി മാർക്സ് ചോദിക്കാം. ശരത് സർ. 8.5. Thank you, sir. താങ്ക് യു ശരത് സർ. ഷാനിക. 8.5. Thank you, Shanika. ഓക്കെ, സോ ടോട്ടൽ 17 മാർക്സ്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. Thank you. ശ്രീനി സാറിന്റെ മാർക്ക് അവിടെ ഹൈഡ്. സാർ ഇട്ട് കഴിഞ്ഞു. സേഫ് ആണ്. ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഇനി നമുക്ക് 2 റൗണ്ട്സ് ഉണ്ട്, അടിപൊളിയാക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. സൂപ്പർ സ്റ്റാർ വിന്നേഴ്സിന് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുഡ്വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർനോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ശ്രീനി സാർ, നമ്മൾ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ആ ചാലഞ്ച് റൗണ്ടിലേക്ക് ഞാൻ അടുത്തത് പോവാൻ പോവാം. ഓക്കെ, എന്നാ ഞാൻ വിളിക്കട്ടെ. Yes. സോ ലെറ്റ്സ് വെൽക്കം അഭിനവ്. പിന്നെയും പിന്നെയും ആരോഗ്യനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോഗ്യനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോ നിലാവത്തു പൊൻവേണുവൂതുന്ന മൃദുമന്ത്രണം. പിന്നെയും പിന്നെയും ആരോഗ്യനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പടികടന്നെത്തുന്ന പദനിസ്വനം. പുലർനില ചില്ലയിൽ കുളിരിടും മഞ്ഞിൻ്റെ പൂവിതൾ തുള്ളികൾ പെയ്തതാവാ. അലയുമീ തെന്നലൻ കരളിലെ തന്തിയിൽ അലസമായി കൈവിരൽ ചേർത്തതാവാ. മിഴികളിൽ കുറുകുന്ന പ്രണയമാ പ്രാവിൻ്റെ ചിറകുകൾ മെല്ലെ പിടഞ്ഞതാവാ. മിഴികളിൽ കുറുകുന്ന പ്രണയമാ പ്രാവിൻ്റെ ചിറകുകൾ മെല്ലെ പിടഞ്ഞതാവാ. താനേ തുറക്കുന്ന ജാലകച്ചില്ലിൽ നിൻ തെളിനിഴൽ ചിത്രം തെളിഞ്ഞതാവാ. പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ.
തരളമാം സന്ധ്യകൾ നറുമലർ തിങ്കളിൻ നെറുകയിൽ ചന്ദനം തൊട്ടതാവാ കുയിലുകൾ പാടുന്ന തൊടിയിലെ തുമ്പികൾ കുസൃതിയാൽ മൂളി പറന്നതാവാ അണിനിലാത്തിരിയിട്ട മണിവിളക്കായി മനം അഴകോടെ മിന്നിത്തുടിച്ചതാവാം അണിനിലാത്തിരിയിട്ട മണിവിളക്കായി മനം അഴകോടെ മിന്നിത്തുടിച്ചതാവാം ആരും കൊതിക്കുന്നൊരാൾ വന്നു ചേരുമെന്നാരോ സ്വകാര്യം പറഞ്ഞതാവാം പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പരനിസ്വനം പിന്നെയും പിന്നെയും ആരോ നിലാവത്തു പൊൻവേണുവൂതുന്ന മൃദുമന്ത്രണം പിന്നെയും പിന്നെയും ആരോ 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 പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ അബി, എന്തോ ചാലഞ്ച് റൗണ്ട് ശരിക്കും ചാലഞ്ച് ആയിരുന്നോടാ? ഓ ആണോ? എന്ത് തോന്നി പാടിയിട്ട്? കുഴപ്പമില്ല, പാടി തോന്നുന്നു. ശ്രുതിയൊക്കെ ചേർന്നോ? കുറച്ചൊക്കെ പറഞ്ഞേ, ഓർക്കസ്ട്ര ഉള്ളപ്പോഴാണോ നിനക്ക് ശ്രുതി ചേർന്നത്, അതില്ലാണ്ടായപ്പോഴാണോ ശരിക്കും ശ്രുതി ചേർന്നത്? ഇല്ലാണ്ടായിരുന്നു. ഇല്ലാണ്ടായിരുന്നപ്പോഴാ ശ്രുതി ചേർന്നത്. അവനറിയാം, കുട്ടിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. മനസ്സിലായി. എന്നാ പിന്നെ ചോദിക്കാല്ലേ? ആ ചോദിക്കാം. ശ്രീനി സാർ, അഭിനവ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇല്ല സാർ. ആദ്യമായിട്ടാണ്. ആ അസാധ്യമായിട്ട് പാടുന്നു. താങ്ക് യു സാർ. വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു വോയിസും ശൈലിയും. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. താങ്ക് യു സാർ. ആ ചാലഞ്ചിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി 10 on 10 ആണ് എനിക്ക്. അത് ശരിക്കും ആ റൗണ്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത ആ ക്രിയേറ്റീവ് ടീം ആരായാലും ശരി, ഹാറ്റ്സ് ഓഫ് ടു ദം, യുനോ. അത് ചേട്ടാ, പൊളി, പൊളി. ആദ്യം. പിന്നെ ഒരു കാര്യം, അഭിനവിന്റെ അടുത്ത് ചോദിച്ചപ്പോ എവിടെയാ ശ്രുതി പോയതെന്ന് ചോദിച്ചപ്പോ ഓർക്കസ്ട്രയോട്, അതൊരു പോയിന്റ് ആണ്. ബിക്കോസ് ഓർക്കസ്ട്രയോട് പാടുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അനുപല്ലവി അസാധ്യമായിട്ട് പാടാൻ പറ്റും, പാടി. ഓർക്കസ്ട്രയോടെ നന്നായി തന്നെ പാടി. ബട്ട് വെറും ഒരു ശ്രുതിയും ഒരു ക്ലിക്കും ഉള്ളപ്പോ അസാധ്യമായിട്ട് പാടി, വളരെ പീസ്ഫുൾ ആയിട്ട് പാടി. താങ്ക് യു സാർ. അവസാനവും വലിയ ടെൻഷൻ ഇല്ലാതെ ക്ലീൻ ആയിട്ട് പാടി. എന്നാലും ഒരു മൈൻഡിനകത്ത് ഇതാണോ എന്നുള്ളത്. ബട്ട് ഇറ്റ് വാസ് വെരി ക്ലീൻ, വെരി ക്ലീൻ. ഓഫ് കോഴ്സ് കുറച്ച് സംഗതികൾ ചെറുതായിട്ടൊക്കെ സ്ലിപ്പ് ആവും. വെൻ യു സിംഗ് ലൈവ് ഇറ്റ് വിൽ സ്ലിപ്പ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് സോ ബാഡ്. ഇറ്റ് ഈസ് റിയലി റിയലി ഗുഡ്. എനിക്ക് ലൈവ് സിംഗിങ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയത്. വാട്ട് എ ടാലന്റ്, വാട്ട് എ ടാലന്റ്. താങ്ക് യു സാർ. Amazing. Amazing. And again I am so stunned by this round. ഞാനൊന്ന് I'm going to steal it in some other language. പക്ഷേ റോയൽറ്റി കൊടുക്കും. ഇല്ല, സതീഷിന്റെ പേര് പറഞ്ഞേക്കണേ, മറക്കാണ്ട് പറയാം. അല്ലെങ്കിൽ കോപ്പിറൈറ്റ് വരുന്നു. ഓക്കെ, താങ്ക് യു ശ്രീനി സാർ. താങ്ക് യു സാർ. ശരത് സാർ. മക്കളെ, എന്തോ സാർ. അഭിനവ ഓ നന്നായിട്ട് പാടി മോനെ. താങ്ക് യു സാർ. കാര്യം എനിക്ക് പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം, നിന്റെ ചിരി എനിക്ക് അത് മിസ്സിങ് ആയിരുന്നു മോനെ. കാര്യം ഇതൊരു ശോകപ്പാട്ടാണോ? അല്ല. മോനൊന്ന് ചിരിച്ച് പാടാമോ പല്ലവി? ചുമ്മാ അതൊരു 2 ലൈൻ പാടിയാ മതി. പിന്നെയും 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 ചിരിക്കാതെ പാടുകടാ നീ. ചിരിക്കടേ, എടാ ചിരിച്ചു പാടടാ. ചിരിക്ക് പിന്നെയും മക്കളെ. പിന്നെയും 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 ചിരിച്ചു പാട്. പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം. അത് പദനിസ്വനം. പദനിസ്വനം. പിന്നെയും അടുത്ത പാടേ, അത് മതി. പിന്നെയും പിന്നെയും പാടിക്കൊണ്ടിരിക്കുക. പിന്നെ പിന്നെയും പിന്നെയും
ആരോ നിലാവത്തു പൊൻവേണൂതുന്ന മോനെ മൃദുമന്ത്രണം പൊൻവേണൂതുന്ന മൃദു ആ മൃദുവിനൊരു ഒരു 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 ഗ്ലുമുണ്ട്, ഒരു പുഷ് ഉണ്ട്. ഒരു ഊതുന്ന മൃദു എന്ന് പാടുമ്പോൾ അത് മൃദു അല്ലത്. പൊൻവേണൂതുന്ന മൃദുമന്ത്ര പൊൻവേണൂതുന്ന മൃദുമന്ത്രണം മൃദുമന്ത്രണം. മന്ത്രണം. അടുത്ത പിന്നെയും ആരോ പിന്നെയും ആരോ ശ്രുതി മക്കളെ ആരോ അത് ശ്രുതി അടുത്ത് പാടുற ആരോ ആരോ. അതെന്താണ് അവിടെ ഒരു ചളുക്കം? തീ ദാരി ദാനി അതല്ലേ പാട്. ആരോ 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 എല്ലാം കണക്റ്റഡ് ആണ് മോനെ. ആ മോനെ അത് പാതി വഴിക്ക് കൊണ്ടുവിടുന്നു, അത് കുഴപ്പമില്ല. നീ ശ്രുതി ഇട്ട ക്ലിക്ക് മാത്രം വെച്ച് പാടുമ്പോൾ നല്ല സുഖമായിരുന്നു കേൾക്കാൻ. നീ കറക്റ്റായിട്ട് ശ്രുതിയിലേക്ക് എന്ന് പല്ലവി അങ്ങോട്ട് പിന്നെയും എടുക്കുമ്പോൾ പക്ക ശ്രുതിയിലുണ്ടോ എന്നുള്ളതാണ്, അതാണല്ലോ ചാലഞ്ച്. മോൻ സൂപ്പർ പാടുന്നടാ, കലക്കി. താങ്ക് യു ശരത് സാർ. ഷാനിക്ക. അഭിനവ് എന്തോ സാർ? നന്നായിട്ട് പാടിയാടാ. താങ്ക് യു സാർ. ഈ പറഞ്ഞ പോലെ എനിക്ക് പല്ലവിയിലാണ് എനിക്ക് കുറച്ച് ശ്രുതി ഔട്ടായതുപോലെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ. പിന്നെ ശരത്തേട്ടൻ പറഞ്ഞ വലിയൊരു പോയിന്റ് ആണ് ഈ ചിരിച്ചുകൊണ്ട് പാടുന്നുള്ളത്. കാരണം ഇത് ഭയങ്കര ഒരു ഹാപ്പി സോങ് ആണ്. അത് ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ ഈസി ആയിട്ട് അഭിനവ് പാടിയിട്ടുണ്ട്. ചിരി വളരെ സുപ്രധാനമാണ് ഈ പാട്ടിൽ. ആ ചിരി ഇല്ലായിരുന്നു, അത് മാത്രമാണ് എനിക്കൊരു കംപ്ലൈന്റ്. പിന്നെ അഭിനവ് അടിപൊളി സംഭവം കേട്ടോ. ശ്രുതി ഒന്നും ഇല്ലാതെ വെറും ക്ലിക്ക് കൊടുത്തപ്പോൾ കറക്റ്റ് ശ്രുതിയിൽ പാടി. വാട്ട് എ മാൻ. തിരിച്ച് ഓർക്കസ്ട്ര വന്നപ്പം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. ബട്ട് യുനോ അതിനും ഒരു കഴിവാണ്. ഇപ്പം ശ്രീനി സാർ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിൽ ആ ഒരു ശ്രുതി ഓടണല്ലോ, എന്നാലേ നമുക്ക് ക്ലിക്കിൽ പാടാൻ പറ്റുള്ളൂ. ക്ലിക്കിനനുസരിച്ച് പാടണം, ഓക്കെ, ബട്ട് ശ്രുതി മനസ്സിൽ കൂടെ ഇങ്ങനെ ഓടണം. ഇവര് ക്ലിക്ക് മാത്രമാണ് തരുന്നതെങ്കിലും നമ്മുടെ ബാക്കിൽ ആ ഒരു തമ്പുരു ആണെങ്കിലും എന്താണെങ്കിലും ആ ശ്രുതി ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ നമുക്കിത് പാടാൻ പറ്റുള്ളൂ. പക്ഷെ ആ ക്ലിക്ക് മാത്രമുള്ള പോർഷനിലൊക്കെ അഭിനവ് നന്നായിട്ട് പാടി. ഒക്കെ ഭയങ്കര രസത്തിൽ തന്നെ പാടി. ക്ലീൻ, ഇവർ പറഞ്ഞ പോലെ തന്നെ ക്ലീൻ സിംഗിങ് ആയിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ മോനെ, അടിപൊളിയായിട്ട് പാടി കേട്ടാ. എന്തായാലും നീ സാധാരണ പാടുന്നത് പോലെ അല്ല ഇന്ന് പാടിയത്, അതിൽ എനിക്കൊരു ഭയങ്കര സന്തോഷമുണ്ട്. അല്ലെങ്കിൽ എന്തും എടുത്തിട്ടാ വരാന്നുള്ളത് നമുക്കറിയാലോ. പിന്നെ എന്ത് കിട്ടിക്കഴിഞ്ഞാലും അത് എങ്ങനെയാണ് പാടണമെന്ന് നമുക്കറിയാലോ. ഇതവന്റെ സ്ഥിരം എന്നുള്ള രീതിയിൽ. പക്ഷെ ഇത് അതിൽ നിന്ന് എന്തായാലും മാറി നിന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ ചെയ്യാം. ചിരി വേണം ഈ ഒരു പാട്ടിന് കേട്ടോ. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. അബി സൂപ്പർ കമന്റ്സ്. ഇനി നമുക്ക് മാർക്ക് ചോദിക്കാം. ഷാനിക്ക 8.5. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ശരത് സാർ. മക്കളെ 8.5 മാർക്ക്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ശ്രീനി സാർ. ഓക്കെ, സോ ടോട്ടൽ 17. അടിപൊളി. താങ്ക് യു ചേച്ചി. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ പാട്ടില് ബ്രെത്ത് പ്ലാൻ ചെയ്തതാണോ അല്ല അങ്ങനെ ഈസി ആയിട്ട് പാടിയതാണോ അല്ല ഇങ്ങനെയാണ്? ബ്രെത്ത് എവിടെയാണ് ശ്വാസം വലിക്കേണ്ടത് എന്നുള്ള കാര്യം പ്ലാൻ ചെയ്തിരുന്നോ? ചെയ്തിരുന്നു. ആര് പഠിപ്പിച്ചു തന്നു? ഞാൻ തന്നെ. Oh my God, amazing, fantastic. Thank you. Such a difficult song. ബ്രെത്ത് ഈ പാട്ടിൽ പ്ലാൻ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ട് ആണ്. ഇറ്റ് ഈസ് വലിയ പാടാ. താങ്ക് യു സാർ. അപ്പൊ എല്ലാ പ്ലാനിങ് ഇതുപോലെ നടക്കട്ടെ. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, അപ്പൊ ഫോക്ക് സോങ് റൗണ്ട് കഴിഞ്ഞു, ചാലഞ്ച് റൗണ്ട് കഴിഞ്ഞു. ഇനി ഫാമിലി റൗണ്ട്. ഓക്കെ, അപ്പൊ ഫാമിലി റൗണ്ടില് നമ്മുടെ ബദ്രിയാണ് വരാൻ പോകുന്നത്. ബദ്രിയും ബദ്രിയുടെ ഫാമിലിയാണ്. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ബദ്രി ആൻഡ് ഫാമിലി. ഒന്ന് എളുപ്പം ഒന്ന് അനങ്ങി വരാൻ മതി. എന്തുവാ ചേട്ടാ, എന്തോന്ന് കോല ഇത്? എടാ ഒന്നും പറയണ്ടേ, ഒരു 10-100 പെണ്ണുങ്ങളെ പ്രൊപ്പോസ് ചെയ്തു, ഒന്നും അങ്ങോട്ട് വളയുന്നില്ലടേ. ഒരാളെ ഒന്ന് വളയ്ക്കാനുള്ള ശ്രമത്തില്ല. അല്ലെങ്കിൽ സസ്പെൻഷനിലിരിക്കുന്ന പോലീസുകാർക്ക് എങ്ങനെ വളഞ്ഞു കിട്ടാനാ? നീ എന്റെ സസ്പെൻഷൻ ഒന്നും തൊട്ട് കളിച്ചില്ല കേട്ടോ. എടാ പാട്ടുകാരാ, നീ നല്ലൊരു പാട്ടുകാരനല്ലേടാ. എടാ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. ഞാൻ എന്തോന്ന് ഹെൽപ്പ് ചെയ്യാനാ? എടാ പാട്ടുകാരാ, അവള് സുഭാഷ് പാർക്കിൽ ഇപ്പൊ വരുന്നുണ്ടടാ. എടാ അവക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാ. നീ ആ മരത്തിന്റെ ചോട്ടി മറിഞ്ഞു നിന്നൊന്ന് ഒരു പാടാവോ? ഞാൻ അതിനനുസരിച്ച് ലിപ്പൊക്കെ ഒന്ന് അനക്കിക്കോളാം. പക്ഷെ നീ പുറത്തോട്ടൊന്നും വന്നേക്കല്ലേ. വല്ല ചിക്കിളിയും തടയുമെങ്കിൽ നോക്കാം. എടാ അതൊക്കെ തരാമടേ.
ആ കൂട്ടുകാരനെ പോയില്ലേ, ചെയ്തേക്കാം. എടാ എന്നാ എളുപ്പം വാ ബാ ബാ. ഷാനിക്ക, ഫാമിലി റൗണ്ട് എന്തുവായി? പിള്ളേരൊക്കെ എടുത്ത് തോട്ടിക്കളയാ നോക്ക്. ഇവരൊക്കെ എന്ത് പെർഫോമൻസാ അല്ല ഇതിന്റെ കുഴപ്പം എന്താണെന്നറിയോ, ഞാൻ ബദ്രിനെ നോക്കിയതേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ഇത് വേറെ രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. എന്തായിരുന്നു ആ വേറെ അപ്പൊ അത് അച്ഛൻ തന്നെ പറയുന്നത്. ആക്ച്വലി അത് നമ്മള് ഇതിനകത്ത് വേറൊരു കുറെ ക്യാരക്ടർ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്നത്. പട്ടാളം പുരുഷു അങ്ങനത്തെ മീശമാധവനിലെ ക്യാരക്ടറാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ ഞാൻ പട്ടാളം പുരുഷുവിന്റെ ഭാര്യയും ഞാന് ജഗതിയുടെ റോള് അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. കാരണം വെച്ചാല് ചെയ്യേണ്ട പട്ടാളം പുരുഷു ഹരിപ്പാടും, ഞാൻ കായംകുളം, സോറി ഞാനങ്ങ് നീലേശ്വരത്തുമാണ് ഉള്ളത്. അപ്പോ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒന്ന് വീണായിരുന്നു ഇടയ്ക്ക്. പിന്നെ എനിക്ക് നടക്കാനൊക്കെ കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതൊന്നും വർക്കൗട്ട് ആകാത്തോണ്ട് പിന്നെ ആ പാട്ട് കേൾക്കുമ്പോ ഫസ്റ്റ് നമുക്ക് ഇംപ്രഷൻ വരുന്നത് ശ്രീനിവാസന്റെ ആ നടത്തം തന്നെയാണ്. അപ്പൊ അത് പിന്നെ മാറ്റി പിടിക്കാൻ തോന്നിയില്ല, അതങ്ങനെ അങ്ങ് ചെയ്തു. പിന്നെ എന്തായാലും അടിപൊളി. എന്താണ് അച്ഛന്റെ പേര്? എന്റെ പേര് മനുമോഹൻ. മനുമോഹൻ. ഓക്കെ, ബദ്രയുടെ അച്ഛനാണ്. അമ്മ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ പെർഫോം ചെയ്യാൻ. ഭയങ്കര പേടിയായിരുന്നു. പെർഫോമൻസ് റൗണ്ട് വന്ന ആ അനൗൺസ് ചെയ്തപ്പോഴേ അവളുടെ പകുതി ബോധം പോയി. പക്ഷെ അമ്മ ക്യാരക്ടർ ആയിരുന്നു. അതെ ആ ക്യാരക്ടറിന് പറ്റിയ റോളാണത്. ഓൾറെഡി പേടിച്ചു നടക്കാണ്. വെറുതെ ഇങ്ങനെ നിന്നാ മതി. അച്ഛൻ എന്താ ചെയ്യുന്നത്? ഞാൻ ആക്ച്വലി ഇപ്പൊ ബാങ്ക് ഓഫ് ബറോഡയിൽ വർക്ക് ചെയ്യാണ്. ഞാൻ എക്സ് സർവീസ്മാൻ ആണ്. അപ്പൊ അത് അവളുടെ ചിറ്റപ്പനാണ്. പുള്ളി എക്സ് സർവീസ് ആണ്, ഇപ്പൊ ഫയർഫോഴ്സിലാണ്. എന്താണ് ചിറ്റപ്പന്റെ പേര്? ശ്രീകുമാർ. ശ്രീകുമാർ. ഓക്കെ, എങ്ങനെ ഉണ്ടായി ബദ്രയുടെ കൂടെ നമ്മുടെ ഈ ഫ്ലോറിൽ ഒന്ന് പെർഫോം ചെയ്യാൻ പറ്റിയപ്പോ? അമ്മേ ക്യാരക്ടർ വിട്ടോളൂ അമ്മേ. എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഡ്രാമ സ്റ്റേജിൽ. ഞാൻ സ്റ്റേജിൽ കയറിയിട്ടുണ്ട്, പക്ഷെ ഡ്രാമ ചെയ്യുന്ന ആദ്യമായിട്ട് അതിൻ്റെതായിട്ടുള്ള ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തിനാ സ്റ്റേജിൽ കയറിയത്? ഡ്രാമ ചെയ്യാൻ വേണ്ടിട്ട് പേടിയുണ്ടായിരുന്നു. അല്ല, കുട്ടികളുടെ ഒരു ആവശ്യം നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഒരു വലിയ കൈയടി. എല്ലാരും അടി. ലാലേട്ടനും ശ്രീനിവാസൻ സാറും കാർത്തിക മാമും എല്ലാം അടിപൊളിയായിട്ട് ചെയ്തു. അപ്പൊ എന്തായാലും നമുക്കിനി ജഡ്ജ്മെന്റ് ചോദിക്കാം. ഓക്കെ, ശരത് സാർ. മക്കളെ ചക്കരെ, സാർ നല്ല രസമുണ്ടായിരുന്നു. കാരണം എൻ്റെ ആ ഫാമിലി എല്ലാവരും ചേർന്ന് ചെയ്തത് മനോഹരമായിരുന്നു. നമുക്ക് ആ ഒരു ഫിലിം കണ്ട പോലെ തന്നെ ഫീൽ ചെയ്തു. അവർ വണ്ടർഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. ആ മരഞ്ചുറ്റി എന്നിട്ട് അവിടെ ഒക്കെ നടന്നതും ഒക്കെ നന്നായിരുന്നു. മക്കളെ ചക്കരെ, സാർ എടാ നീ എനിക്ക് തോന്നിയ പ്രധാനമായിട്ട് ശ്രുതി പ്രോബ്ലമാണ് കുഞ്ഞിന്. വളരെ ഷാർപ്പായിരുന്നു. ഇപ്പോൾ പവിഴമല്ലി പൂത്ത അത് തുടക്കം തന്നെ മോൻ കുറച്ച് ഷാർപ്പായിരുന്നു. നിനക്കത് ഫീൽ ചെയ്തോ? നമ്മൾ കുറച്ച് ശ്രുതിയിൽ നിന്ന് ഇയറിൽ കേൾക്കുമ്പോ ശ്രുതിയിലായിരുന്നെന്നാ തോന്നുന്നത്. അല്ല, ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കേൾക്കണം കേട്ടോ. ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഈ പൂക്കളും പുഴകളും എന്നൊക്കെ ഉള്ള പൂക്കളും പുഴയൊക്കെ താഴെയല്ലടാ, അതൊക്കെ നീ ഷാർപ്പായിട്ട് മേളിലാണ് പാടിയേക്കുന്നത്. അപ്പോൾ എല്ലാം ഷാർപ്പ്. പൂക്കളും പുഴകളും അത്രയ്ക്കങ്ങ് ഷാർപ്പായിരുന്നു. മനത് മനസ്സിലാക്കണം. അതുപോലെ ഇപ്പം മാനത്തെ അത് തുടങ്ങിയത് ഷാർപ്പായിരുന്നു. അത് എന്താണത്? അത് മാനത്തിലോ അതൊക്കെ മോനെ ഷാർപ്പായിരുന്നു. നീ പാടി തുടങ്ങി. പക്ഷേ ഈ ടോട്ടലി നമ്മളെന്താണ് ഈ ഫാമിലി റൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിനൊരു സുഖമുണ്ടല്ലോ, അതുണ്ടായിരുന്നു. പാട്ടിൻ്റെ കാര്യം കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ കുടുംബത്തിന് എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശരത് സാർ. ശ്രീനി സാർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതായത് പാട്ട് കേട്ടില്ല, പാട്ട് അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കടന്നു. നമ്മൾ ഒരു സീൻ കാണുമ്പോൾ ആ ബദ്രിയുടെ അച്ഛൻ അൺബിലീവബിൾ കേട്ടോ. ആ സ്പിരിറ്റ് സമ്മതിച്ചു സാർ. സാർ നിങ്ങൾക്കൊരു സ്റ്റാൻഡിങ് ഓവേ. അല്ല, അത് ഒരു നമുക്ക് ഒട്ടും ഇൻഹിബിഷൻ ഇല്ലാതെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യമാണ്. അയ്യോ സമ്മതിച്ചു സാർ നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ കാല് വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കാല് ഇങ്ങനെയൊക്കെ സൈഡ് വേസ് ഇങ്ങനെയൊക്കെ പൊക്കിയല്ലോ. 360 ഡിഗ്രിയിലൊക്കെ കാലാക്കും. കണ്ണും നീട്ടിയേതോ മോഹം തൂവർണ്ണങ്ങൾ വാരിച്ചൂടി. ഈ പ്രായത്തില് ഒരു കുട്ടിയാകാന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗ്രേറ്റ്. ഐ ഡോണ്ട് തിങ്ക് ബദ്രി ഈസ് ആസ് അൺഇൻഹിബിറ്റഡ് ആസ് യു. ബദ്രി കുറച്ചൊക്കെ യു ഷുഡ് ലേൺ ഫ്രം ഹിം ടു ബി അടിപൊളി. ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. ഐ ഡോണ്ട് നോ, മേ ബി യു ആർ അടിപൊളി. ബട്ട് ഈ പെർഫോമൻസ് ബദ്രിനെ കണ്ടേ ഇല്ല നമ്മൾ. ഐ വാസ് ഓൺലി ലുക്കിംഗ് അറ്റ് ഹിം. ആൻഡ് ഓഫ് കോഴ്സ് യുവർ മദർ വാസ് ഗ്രേറ്റ്.
ഓവറോൾ എല്ലാവരും കൊള്ളായിരുന്നു. നല്ല ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബദ്രിയുടെ പാട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് കൊള്ളാം. അത്രേ ഉള്ളൂ. നന്നായിരുന്നു ബദ്രി. താങ്ക് യു സർ. താങ്ക് യു. ഇറ്റ് വാസ് സോ നൈസ്. ഇത് നിങ്ങൾക്ക് എപ്പോഴും ഇത് ഒരു ട്രഷറായിട്ട് വെക്കാം. ഈ ഒരു വീട്ടിൽ ഇനിയൊരു 10 കൊല്ലം കഴിയുമ്പോഴും നമ്മളിത് കണ്ട് എൻജോയ് ചെയ്ത് ചിരിച്ച്, അതെ, എസ്പെഷ്യലി പറയുന്നില്ല. താങ്ക്സ്. ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. ഷാനിക്ക, ഭയങ്കര എന്റർടൈനിങ് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ, നിങ്ങൾ എല്ലാവരും കാഴ്ചവെച്ചു. പിന്നെ ഓഫ് കോഴ്സ് ആസ് എ ഫാമിലി ഇവിടെ വന്ന് എല്ലാവരും കൂടെ ഒന്നിച്ച് പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ സാധാരണ ഫാമിലി അല്ലല്ലോ ഉണ്ടാവും. എന്തെങ്കിലും കൊറിയോഗ്രാഫേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡാൻസേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു ആക്ട് ചെയ്യുന്ന വേറെ ആരെങ്കിലും ഉണ്ട്. ഇത് ഫാമിലിയുടെ ഒരു ബാക്കപ്പാണ് ഇപ്രാവശ്യം ബദ്രിക്ക് ഉണ്ടായത്. ബദ്രി നന്നായിട്ട് പാടി. ബദ്രി, താങ്ക് യു സർ. അച്ഛൻ ഇതിന് മുന്നേ സ്റ്റേജിൽ കയറിയിട്ടുണ്ടോ? കേറിയിട്ടല്ല, ഞാൻ നാടകം അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ ഒരു സിനിമയുടെ ഓഡീഷനിൽ സെലക്ട് ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ പോയില്ല. അന്ന് കൊച്ചുകുട്ടിയായിരുന്നേ, ഞാൻ അവനോടാ പോയത്. അവന് വേണ്ടി ഓഡീഷന് പോയത്. പക്ഷെ നിങ്ങൾ സെലക്ട് ചെയ്തു. അവൻ സെലക്ട് ആയാലും ഞാനായി. പക്ഷെ അവൻ ഭയങ്കര കരച്ചിൽ. പിന്നെ ഞാൻ പറയടാ, ഞാൻ പോകുന്നില്ല, മതിയെ പ്രശ്നം. ബദ്രി ഒരു വലിയൊരു നടന്റെ വളർച്ചയാണ് നീ കളഞ്ഞത്. എന്തിനു നീ അത് ചെയ്തു? ആ സമയത്ത് അങ്ങനെയായിരുന്നു. അത് ശരി. ഓ നൈസ് നൈസ് നൈസ്. എന്തായാലും അടിപൊളി. അമ്മയുടെ ക്യാരക്ടർ അടിപൊളി. ഇടയ്ക്ക് അച്ഛൻ പൂവ് കൊടുക്കുമ്പോഴും ആവത് കാലത്ത് തന്നില്ല, ഇപ്പൊ കൊണ്ട് പോകും. പക്ഷെ ചിറ്റപ്പാ ഒരു 1.5 ചിറ്റപ്പനായിരുന്നു. നന്നായിരുന്നു. ആ ഹോൾ ആക്ട് വർക്ക് നന്നായിട്ട് ആക്ട് മുഴുവൻ വർക്കായി. ഇപ്പൊ സിംഗിങ്ങിലേക്ക് വരുമ്പോൾ എനിക്ക് ഇപ്പൊ ശരത്തേട്ടൻ പറഞ്ഞാൽ കുറച്ച് ഷാർപ്പായിട്ട് ഫീൽ ആയി. പക്ഷെ എങ്ങനെ നമ്മുടെ ശ്രീനിധി സാർ പറഞ്ഞ ഫോക്കസ് കംപ്ലീറ്റ് ഈ ഹോൾ ആക്ടിലായി പോയി. അപ്പം അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഷാർപ്നെസ് വരുമ്പോഴാണ് നമ്മൾ തിരിച്ച് പാട്ടിലേക്ക് ബദ്രിയിലേക്ക് വരുന്നത്. അതുവരെ നമ്മൾ ഗ്ലൂഡ് ഈ ഒരു ക്യാരക്ടേഴ്സിന്റെ മേലെ തന്നെയായിരുന്നു. ഇവരെന്താണ് ചെയ്യണേ. ഇടയ്ക്ക് പിന്നെ ഈ ഷാർപ്പ് വരുമ്പോഴാണ് നമ്മൾ അവൻ ഷാർപ്പ് പാടി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്യണേ. അതർവൈസ് ഈ ഒരു ആക്ടിലായിരുന്നു നമ്മൾ 3 പേര്. എനിക്ക് എല്ലാവരും ഈ ഒരു ആക്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ബദ്രി. പിന്നെ ഒന്ന് ചുറ്റൊട്ടത്ത് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഒന്ന് നമ്മുടെ ശ്രദ്ധ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അത് മാറിപ്പോവാതെ നോക്കാന്നുള്ളതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ സാധാരണയിൽ നിന്നും നീ വേറൊരു പാട്ട് എടുത്തുകൊണ്ട് വന്നു. നന്ദി ഉണ്ടടാ. അതെ, നന്ദി ഉണ്ടടാ, നന്ദി. ഓക്കെടാ, അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഷാനിക്ക, നമുക്ക് ആ എറിഞ്ഞ പൂവൊന്ന് ശരിക്കും കൊടുപ്പിച്ചാലോ? കൊടുപ്പിക്കാം. യെസ്. ബദ്രി, ആ പൂ എടുത്തിട്ടാ. അച്ഛൻ കിട്ടിയ അവസരം അച്ഛൻ മുതലാക്കിക്കോ. ഷീനു, നമുക്കൊരു ഒരു മേജർ പിടിച്ചേ. കാക്കി കുപ്പായത്തിനുള്ളിൽ ഒരു കവിഹൃദയമുണ്ട്, ഒരു കലാകാരനുണ്ട്, ഒരു ഗായകനുണ്ട്. വാലന്റൈൻസ് ഡേനോ തരാൻ പറ്റിയില്ല, എന്നാ ഇന്ന് അവിടിച്ച ഒരു പൂ. പ്രണയവല്ലി പുഞ്ചിരിച്ചത് അത് കൊള്ളാം. തരാൻ പറ്റില്ല, അത് തന്നില്ലെന്നുള്ള കാര്യം ഇപ്പൊ എല്ലാരും അറിയാൻ. ആർക്കാ കൊടുത്തത്? വേറെ ആർക്കെങ്കിലും? അച്ഛന് പൂ കൊടുത്ത് ശീലമുണ്ട് കേട്ടോ, അത് കണ്ടാൽ കുട്ടിയൊക്കെ. ഓക്കെ, നൈസ്, അടിപൊളി. നമുക്ക് മാർക്ക്. ഷാനിക്ക. ബദ്രി. ഓ സർ. 8. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ. ബദ്രി. ഓ സർ. 8. താങ്ക് യു സർ. ശ്രീനി സർ. മടക്കി ഇട്ടു. ഓക്കെ, സോ ടോട്ടൽ 16 മാർക്സ്. അടിപൊളി. അങ്ങനെ ഈ ഫാമിലി റൗണ്ടോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ അങ്ങ് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് ഒന്നിച്ചങ്ങ് വൈൻഡപ്പ് ചെയ്യാല്ലേ? അപ്പൊ അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ നല്ല കിടുക്കാച്ചി പെർഫോമൻസസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. സോ സ്റ്റേ ട്യൂൺഡ്. ദിസ് ഇസ് മീ പാർവതി സൈനിങ് ഓഫ് ഫ്രം സൂപ്പർ സ്റ്റാർ.